ടേസ്റ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ എന്ന് മാത്രമല്ല നമ്മുടെ സദ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണല്ലോ രസം. ഈ രസം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പൊടികളൊന്നും ചേർക്കാതെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിതുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1 സ്പൂണ് കുരുമുളക് ചേർത്തു, 1 സ്പൂണ് തന്നെ നല്ല ജീരകം, ചെറിയ ജീരകവും ചേർത്തു. പിന്നെ നമ്മളൊരു 1/4 സ്പൂണോളം ഉലുവ, അത് കുറച്ച് മതി, അതിന് കൈപ്പടിക്കുമെങ്കിലും അത് വേണം കുറച്ച്. പിന്നെ നമ്മളൊരു 3 വറ്റൽമുളക്. നമ്മളിതിനകത്ത് വേറെ എരിവിന് വേണ്ടി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. അതിൻ്റെ സ്മെല്ലൊക്കെ എല്ലാത്തേക്കും ആയാൽ മതി, ഒരുപാട് ഫൈനായിട്ട് പൊടിയണ്ട. പിന്നെ ഞാനൊരു 10 അല്ലി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പൊടിച്ച ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് പൊടി മാറ്റിയതിന് ശേഷം ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാവേ. പിന്നെ ഒരു കഷ്ണം, ഒരു ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള വാളംപൊടി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കടായി ചൂടായി വന്നപ്പോൾ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനകത്ത് കടുകിട്ട് പൊട്ടി വന്നപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പൊടികളിലെ കുരുമുളക് പൊടിയും ജീരകവും ഒക്കെ കൂടെ അതെല്ലാം കൂടി ആ പൊടിയൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാവേ. തീ വളരെ കുറച്ചേ വെക്കാവുള്ളൂ, പെട്ടെന്ന് ഇതൊക്കെ കരിഞ്ഞു പോകും. അതൊന്ന് നമുക്ക് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ തന്നെ ആ ചൂട് മാറുന്നക്കാലം മുമ്പ് തന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം, അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഇത് നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തില്ലെങ്കിലും കല്ലിൽ വെച്ച് ചതച്ചെടുത്താലും മതിയേ. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വാളംപുളി അതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാവേ. അത് 1 കപ്പ് വാളംപുളിയുടെ വെള്ളമുണ്ട്. ഇനി നമുക്കൊരു 2 കപ്പ് പച്ചവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. രസം എന്ന് പറയുമ്പോൾ ഒരു സോഫ്റ്റ് വെള്ളമായിട്ടാണല്ലോ, അല്ലാണ്ട് കട്ടിയൊന്നും വേണ്ടല്ലോ. പിന്നെ ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള 1 സ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പുളിയൊക്കെ കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് ഉപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. കൂടുതൽ വേണേൽ അല്പം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു തക്കാളി, ഒരു ഇടത്തരം തക്കാളിയായിരുന്നു കേട്ടോ. അത് വേണമെങ്കിൽ എണ്ണയ്ക്കകത്ത് ഇട്ട് വഴറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഇതിൻ്റെയൊക്കെ സത്ത് നമ്മൾ എടുക്കുള്ളൂ. ഈ തക്കാളിയൊക്കെ കൂട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അത് വെന്ത് അതിലേക്ക് അതിൻ്റെ ഇറങ്ങിയാൽ മതി. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണേ. ഈ മല്ലിയില ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഒന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ ചൂടിൽ, അധികം തിളച്ച് മറിഞ്ഞു പോകാതെ ആ ചെറിയ ചൂടിലൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഈ മല്ലിച്ചപ്പ് ഒരിക്കലും ഒഴിവാക്കല്ലേ. അങ്ങനെ ഒരു 3 മിനിറ്റോളം തിളച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ രസം ഏകദേശം പാകമായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടൊരു 1/2 സ്പൂണ് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. കായപ്പൊടിയും വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും ഒക്കെ ചേരുന്നത് കൊണ്ട് തന്നെ സദ്യ കഴിഞ്ഞ് 1 സ്പൂൺ രസമെങ്കിലും കഴിച്ചാൽ നമുക്ക് ദഹനത്തിനൊരു പ്രശ്നവും വരികയില്ല കേട്ടോ. ഇനി 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ കടുകിട്ടു, 2-3 വറ്റൽമുളകും 2 കരിയാപ്പിലയും കൂടി ഇട്ട് അതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുത്തേ. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്തൊരു മായവും ചേർന്നിട്ടില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാ സാധനം ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കണം. അപ്പോൾ എല്ലാ സദ്യക്കും, ഓണസദ്യക്ക് പ്രത്യേകിച്ച് നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണസദ്യക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന പുതിയ വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഇനി അടുത്ത ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്